ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ കറ്റാർവാഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കറ്റാർവാഴ ഉപയോഗിച്ച് ഒരു അടിപൊളി ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പീസാണ് ഞാനിവിടെ കറ്റാർവാഴ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു സൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അതായത് ഈ ഒരു മുള്ളുള്ള ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ള ജെല്ലൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിതാ ഈ ഒരു തണുത്ത വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിലോട്ടേക്ക് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കറ്റാർവാഴ നമുക്കൊരു വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോർമലി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ജെല്ലാണ്. പക്ഷെ അത് നമ്മളെ ഫേസിനൊക്കെ ഒരു പക്ഷേ ദോഷങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലത്തെ ജെല്ലൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ഒരു കറ്റാർവാഴയൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കറ്റാർവാഴ എടുത്ത സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇതിലുള്ള ദ്രാവകം നമ്മൾ കളയണം. അല്ലെങ്കിൽ നമുക്കത് മുഖത്തൊക്കെ ഇടുന്ന സമയത്ത് ഒരു പക്ഷേ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കറ്റാർവാഴ പറിച്ചതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ അതൊന്ന് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുത്തി ചാരി വെക്കണം. കാരണം അങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള ദ്രാവകമൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ നിന്നുള്ള ജെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മളിങ്ങനെ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കഴുകി കളയാനൊക്കെ നമുക്ക് എപ്പോഴും നല്ലത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. കാരണം തണുത്ത വെള്ളത്തിലിടുന്ന സമയത്ത് നമുക്ക് കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാനൊക്കെ പറ്റും. അതായത് നന്നായിട്ട് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാനിതാ ഇത് ഓരോന്നായിട്ടും ഇതിൽ നിന്നുള്ള ജെല്ലൊക്കെ എടുത്ത് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും കറ്റാർവാഴയുടെ ജെല്ലെടുക്കുന്ന സമയത്ത് തണുത്ത വെള്ളത്തിൽ തന്നെ ഇടാം കേട്ടോ. കാരണം അപ്പോഴാണ് ആ വഴുവഴുപ്പൊക്കെ പോയി കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തണുത്ത വെള്ളത്തിൽ തന്നെ ഇത് കഴുകിയെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിതാ എല്ലാതും ഇതുപോലെ ജെല്ലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇതിൽ നിന്ന് ജെല്ലെടുക്കുമ്പോഴാണ് കേട്ടോ. കാരണം സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സൈസിൽ തന്നെ നമുക്കത് ജെല്ലൊക്കെ നമുക്ക് ഒരുപോലെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനിതാ മുഴുവനായിട്ടും ജെല്ലിങ്ങനെ ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. 1-2 പ്രാവശ്യം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടിച്ചിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു ജെല്ല് ഒരുപാട് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കറ്റാർവാഴയുടെയൊക്കെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം യൂസാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ ഒരു 3 പീസൊക്കെ നമുക്ക് മതിയാവും. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലൊന്ന് തോലൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്നുള്ള സ്റ്റാർച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വലിയ സൈസ് ആണെങ്കിൽ ഒറ്റൊരു ഉരുളക്കിഴങ്ങ് മാത്രം മതിയാകും. ഞാനിവിടെ കുറച്ചധികം തന്നെ സ്റ്റാർച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിടുന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഈയിടെ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇത് അടിച്ചെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൽ നിന്ന് വരും. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് 1/2 കപ്പോളം വെള്ളം ഞാൻ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം.
ഇനി നമ്മളിത് അരിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വരെ ഇതൊന്ന് അനങ്ങാതെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഊർന്ന് നമ്മുടെ ആ സ്റ്റാർച്ചൊക്കെ താഴെയായിട്ട് നിൽക്കും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കുന്ന സമയത്ത് നല്ല പ്യുവർ ആയിട്ടുള്ള സ്റ്റാർച്ച് തന്നെ നമുക്ക് കിട്ടും. നല്ലൊരു വൈറ്റ് കളറിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇത് ഞാനിതിവിടെ ഇതൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വീണ്ടും നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം ഇതുപോലെയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ, അതായത് നല്ല പ്യുവറായിട്ട് വൈറ്റ് കളർ കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിത് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മളിതുപോലെ അനങ്ങാതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാർച്ചൊക്കെ കിട്ടും. അപ്പോൾ ഞാനിതാ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്റ്റാർച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഈ ഒരു സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു നേരത്തെ കറ്റാർവാഴയുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അതൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള കറ്റാർവാഴയുടെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ജ്യൂസ് നമ്മൾ ഒന്ന് 2-3 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സ്റ്റാർച്ച് ഒഴിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൽ ഒന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കുന്ന സമയത്ത് വിറ്റാമിൻ സിയുടെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതും കൂടി ഈ ഒരു കറ്റാർവാഴയുടെ ജ്യൂസിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ആ ഒരു ക്യാപ്സ്യൂളും കൂടെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ആ ഒരു സമയത്ത് കുറച്ചധികം നാൾ 1-2 ആഴ്ച വരെ നമുക്കൊരു കേടുപാടും കൂടാതെ ഈ ഒരു ജെല്ല് നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റാർച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒന്നിച്ചിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ആവശ്യാനുസരിച്ചിട്ട് നമ്മൾ കുറച്ചായിട്ട് മാത്രം നമ്മൾ ഈ ഒരു സ്റ്റാർച്ച് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലൊരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നമുക്ക് നല്ലൊരു ടൈറ്റായിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിയായിട്ടൊക്കെ നമുക്ക് തോന്നും. എന്നിട്ട് നമുക്ക് വീണ്ടും ആ ഒരു സ്റ്റാർച്ച് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇതിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ചുകൂടെ ഇതിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമ്മളിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ജെല്ല് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജെല്ലൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളല്ലാതെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പൈസയൊക്കെ കൊടുത്ത് മേടിക്കുന്ന സമയത്ത് അത് നമുക്ക് നമ്മുടെ ഫേസിനൊക്കെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഈ ഒരു കറ്റാർവാഴ വെച്ച് നമുക്ക് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിറ്റാമിൻ സിയുടെ ക്യാപ്സ്യൂളും കൂടി ഇതിലോട്ടൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 1-2 ആഴ്ച വരെ നമുക്കിത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിതാ ഇവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ജെല്ല് വന്നിട്ടുള്ളത്. ഇനി തണുത്തതിന് ശേഷം ഞാനിതാ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലോട്ടേക്ക് നമുക്ക് ഈ ഒരു ജെല്ലൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.